ചേട്ടാ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് പറയും. അത് LDFന് ഒരു പാഠമായിട്ട് അവർ ഉൾക്കൊള്ളാതെ വർഗീയമായിട്ട് ഈ സമൂഹത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തരത്തിലുള്ള പ്രസ്താവനകളാണ് മുതിർന്ന നേതാക്കൾ വരെ നടത്തുന്നത്. AK ബാലന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയുണ്ട്, ജമായത്ത് ഇസ്ലാമിയാണ് UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുക എന്നത്. എത്ര ഭീകരമായിട്ട് ഈ സമൂഹത്തിൽ ഇമ്പാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രസ്താവനയല്ലേ അത്? എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ, CPM കഴിഞ്ഞ കുറെ കാലമായിട്ട് പയറ്റുന്ന അവരുടെ ഒരു രാഷ്ട്രീയം, അവരുടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുകൊണ്ട് അവര് ഈ പറയുന്നത് പോലെയുള്ള വർഗീയ രാഷ്ട്രീയത്തിലേക്ക് കടന്നിട്ട് നാളുകൾ കുറെ ആയിട്ടുണ്ട്. ഈ BJPയും മറ്റ് സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ഒക്കെ ചെയ്യുന്നതിനേക്കാൾ അവരെ പോലും നാണിപ്പിക്കുന്ന രീതിയിലേക്കാണ് CPM തങ്ങളുടെ വർഗീയ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ വെള്ളാപ്പള്ളിയുടെ കാര്യമൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞതാണ്. വെള്ളാപ്പള്ളി നടത്തുന്ന വർഗീയതയൊക്കെ തന്നെ അവർ താലോലിച്ച് അതിന്റെ ഗുണഭോക്താക്കളാണ്. അവര് പറയുന്നത് അങ്ങനെയാണ്. വെള്ളാപ്പള്ളി പറയുന്നത് വർഗീയതയല്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ. വെള്ളാപ്പള്ളി വർഗീയത പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് വിമർശനം വരുമ്പോൾ വെള്ളാപ്പള്ളി പറയും, ഞാൻ പറഞ്ഞത് വർഗീയതയല്ല, ഞാൻ സത്യമായ കാര്യങ്ങളാണ് പറയുന്നത്. ഇത് തന്നെയാണ് BJPയും പറയുന്നത്. ഇപ്പൊ BJP വെള്ളാപ്പള്ളിക്ക് പിന്തുണ കൊടുത്തിരിക്കുന്നത് അങ്ങനെയല്ല. BJP പറയുന്നത്, BJPയുടെ സംസ്ഥാന നേതൃത്വം പറയുന്നത് എന്താ? വെള്ളാപ്പള്ളി പറഞ്ഞത് മലപ്പുറത്തെ ഒരു യാഥാർത്ഥ്യമാണ്, സാമുദായികമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഒരു സത്യം പറഞ്ഞ ഒരാളെ എന്തിനാണ് ഇങ്ങനെ ക്രൂശിക്കുന്നത്, UDF ക്രൂശിക്കുന്നത് എന്നാണ് BJP ചോദിക്കുന്നത്. മറുവശത്ത് CPM പറയുന്നത് എന്താണ്? വെള്ളാപ്പള്ളി തള്ളിക്കളയും. വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ട്, വെള്ളാപ്പള്ളി വർഗീയത പറഞ്ഞില്ല എന്ന്. എന്താ എന്ത് രസമാണ് അത്? രണ്ടും ഒരേ വക്താക്കളായിട്ടാണ്, ഒരേ നാണയത്തിൽ വശങ്ങളായിട്ട് BJP ഇങ്ങനെ പിന്താങ്ങുകയാണ്. ആ രീതിയിലാണ് CPM കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വെള്ളാപ്പള്ളിയുടെയും ഈ CPMന്റെയും BJPയുടെയും ഒക്കെ തന്നെ ഒരേ നാവാണ്, ഒരേ സ്വരമാണ്. ഒരു സിനിമയ്ക്കകത്ത് മറ്റേ തിലകനും ശ്രീനിവാസനും തമ്മിലുള്ള ഒരു സീനുണ്ടല്ലോ, എന്റെ സ്വരം ചേട്ടന്റെ സ്വരം എന്റെ സ്വരം ഒരുപോലെ ഇരിക്കുന്ന പറയുന്നത്. ഇവരുടെ 3 പേരുടെ സ്വരം ഒരേപോലെയാണ്. ഇവരെങ്ങനെ ഒന്നിച്ച് വന്നു എന്നുള്ളത് വലിയ അത്ഭുതമൊന്നുമില്ല. അവരെ ഒന്നിച്ച് പറയേണ്ടവർ തന്നെയാണ്. ഇനിയിപ്പോൾ ആ ഒരു ത്രികക്ഷി കരാറൊക്കെ തന്നെ വരും നാളുകളിൽ നമുക്ക് കാണാൻ കഴിയും. ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് CPM ഇപ്പോൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് പിന്തുടരുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രസ്താവനയാണ് ബാലൻ ഇന്നലെ നടത്തിയത്. UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം ഭരിക്കുമെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ബാലൻ അത് പറയുന്നത്? ആ പറയുന്നതിന്റെ ഒരു എന്താ പറയുക, ഒരു ആഴം, അതുണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്ട് എത്രത്തോളം ഒരു തെറ്റായ ഒരു പ്രസ്താവനയാണ് താൻ പറയുന്നത് എന്ന് സംബന്ധിച്ച് യാതൊരു ബോധ്യവും ബാലനെ പോലൊരു നേതാവിനില്ല. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിലൊക്കെ ഇരുന്ന ആളാണെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ UDF വരുമ്പോൾ ജമാഅത്തെയാണ് ആഭ്യന്തരം ഭരിക്കുക എന്ന് പറയുന്ന AK ബാലൻ അപ്പോൾ ആരാണ് ആഭ്യന്തരം ഭരിക്കുന്നതെന്ന് പറയണ്ടേ? ഇപ്പൊ സംഘപരിവാർ അല്ലേ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? അതിന് മറുപടി പറയണ്ടേ? കഴിഞ്ഞ 10 വർഷമായിട്ട് ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുന്ന പിണറായി വിജയൻ എന്തെങ്കിലും കാര്യം ആ വകുപ്പിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ കണ്ടതല്ലേ. CPI അവരുടെ സഖ്യകക്ഷിയ CPIയുടെ ദേശീയ നേതാവായിട്ടുള്ള ആനി രാജ വരെ പറഞ്ഞില്ലേ, പോലീസിലെ ഈ സംഘപരിവാറിന്റെ ഒരു ഇതുണ്ട്, സംഘപരിവാറിന്റെ സ്വാധീനം ഉണ്ടെന്ന് അവർക്ക് തന്നെ പറയേണ്ടി വന്നില്ലേ? എത്ര സംഭവങ്ങൾ നമ്മൾ തൃശ്ശൂർ പൂരം കടക്കിയ വിഷയം കണ്ടില്ലേ? അത്തരത്തിൽ വലിയ രീതിയിൽ CPM അല്ലെങ്കിൽ RSS സ്വാധീനം ചെലുത്തുന്ന രീതിയിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പൊക്കെ തന്നെ പോകുന്നൊരു കാഴ്ച കണ്ടപ്പോൾ അതിന് ഈ AK ബാലൻ മറുപടി പറയണ്ടേ? മാത്രമാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയോട് ഇവർക്ക് ഉള്ള ഈ ഒരു അസ്പൃശ്യത അത് എന്ന് തുടങ്ങിയത് അത് കഴിഞ്ഞ 2019 ശേഷമല്ലേ? അതുവരെ അങ്ങനെ 40-41 വർഷക്കാലം അവരുടെ പിന്തുണ ഏറ്റുവാങ്ങി അവര് ശുദ്ധരാണ്, പുണ്യാത്മാക്കളാണ് എന്ന് പറഞ്ഞ് അവരെ കൂടെ കൊണ്ട് നടന്നതല്ലേ? ഇതേ പിണറായി വിജയൻ നേരത്തെ 2006 തിരുവമ്പാടി ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതൊക്കെ നമ്മുടെ മുന്നിലില്ലേ? ജമാഅത്തെ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതുവരെയുള്ള മതസംഘടനകള് അത് ഞങ്ങൾ സ്വീകരിക്കുകയാണ്, അത് വലിയ കാര്യമായിട്ട് ഞങ്ങൾ കാണുന്നു. അവരെ എന്താ പറയുക, തെറ്റിക്കാനായിട്ട് UDF ചില കുൽസിത ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്നൊക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞ ആളാണ് ഈ പിണറായി വിജയൻ. അത്തരത്തിൽ 41 വർഷത്തോളം അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള പിന്തുണയൊക്കെ തന്നെ നേടിയ ഒരു പാർട്ടിയാണ് ഇന്ന് അവരുടെ പിന്തുണ ഇല്ലാതെ വന്നപ്പോൾ അവരെ വർഗീയവാദികളാക്കിയൊക്കെ തന്നെ മാറ്റുകയും യാതൊരു അടിസ്ഥാനവുമില്ലാത്ത രീതിയിൽ ഈ പറയുന്ന പ്രസ്താവനകളൊക്കെ തന്നെ UDF നേരത്തെ 2021 ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് കുഞ്ഞപിള്ള അമീർമാരാണ് കേരളം ഭരിക്കാൻ പോകുന്നത്. ഇത് നേരത്തെ ഗുജറാത്തിൽ BJP നടത്തിയ ഒരു പ്രചരണമുണ്ട്. അന്ന് കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അഹമ്മദ് പട്ടേൽ ആയിരിക്കും മുഖ്യമന്ത്രിയാവുക. ആ പേരിലാണ് അവരുടെ പ്രചരണം ഇരിക്കുന്നത്. അഹമ്മദ് പട്ടേൽ ഗുജറാത്തിന് മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഹിന്ദു വിഭാഗത്തെ ഉണർത്തി അവരിൽ ഒരു ചേരിതിരിവുണ്ടാക്കി, വർഗീയമായ തിരിവുണ്ടാക്കിയാണ് അവിടെ BJP ഭരണം പിടിച്ചത്. അങ്ങനെ അവരുടെ ഒരു രീതി അങ്ങനെയാണല്ലോ. BJPയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയം കടമെടുത്ത് അവരെ പോലും നാണിപ്പിക്കരുത്. ഒരുപക്ഷെ കേരളത്തിൽ BJP ഇത്തരത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മൾ സംശയിച്ചു പോകും. അവരെ പോലും കടത്തിവിടുന്ന രീതിയിലാണ് കേരളത്തിൽ CPM
വർഗീയത, അവരുടെ വർഗീയതയേക്കാൾ കൂടുതൽ വർഗീയത പറയുന്ന ഞങ്ങൾക്ക് പറഞ്ഞാൽ മാത്രമേ ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ എന്ന് പറഞ്ഞാല് അവര് വലിയ ഒരു ഡെസ്പറേറ്റ് സിറ്റുവേഷനിലാണ് CPM-ന്റെ നേതാക്കളെല്ലാം തന്നെ. തദ്ദേശ തെരഞ്ഞെടുപ്പില് അവർ പ്രതീക്ഷിക്കാത്ത തോൽവി, അടിയാണ് അവർക്കുണ്ടായത്. മൂർധാവിന് അടി കിട്ടാതെ തന്നെ അങ്ങനെ ഒരു അടിയാണ്. കാരണം ഇവർ വിചാരിച്ചു ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള ഈ പദ്ധതികളും കാശ് കൊടുക്കും ഒക്കെ കാരണം ഞങ്ങള് അത് പറഞ്ഞല്ലോ, അവരുടെ വായിന്ന് തന്നെ വന്നല്ലോ, എം മണിയുടെ വായിന്ന് തന്നെ വന്നു അത്. അപ്പൊ അവരുടെ ഒരു പ്രതീക്ഷ എങ്ങനെയായിരുന്നു? അപ്പൊ പാവപ്പെട്ടവർക്കെല്ലാം നമ്മൾ 3000 രൂപ വെച്ച് കൊടുക്കുന്നു, അത് വലിയ സംഭവം, നമ്മളെ എങ്ങനെ ജയിപ്പിച്ചു വിടും, തൂത്തുവാരാം, തദ്ദേശ തെരഞ്ഞെടുപ്പ് തൂത്തുവാരാമെന്നായിരുന്നു അവരുടെ ഒരു കണക്കുണ്ട്. പക്ഷെ അവിടെ നിന്ന് അവർക്ക് കനത്ത തിരിച്ചടി ഉണ്ടായി. ആ ഒരു അടിയിൽ നിന്നും അടിയിൽ അവരുടെ ബോധം പോയി. അതിൽ നിന്ന് അവർ ഇതുവരെ മുക്തരായി വന്നിട്ടില്ല. തോറ്റിട്ടില്ല, അത് അവർക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അങ്ങനെ നിൽക്കുകയാണ്, ആ ഒരു ഹാങ് ഓവറിൽ അവർ നിൽക്കുകയാണ്. അവിടെയാണ് മറുവശത്ത് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഈ വിജയത്തിന്റെ അതിന്റെ ഒരു വർദ്ധിത വീര്യവുമായിട്ട് ടീം UDF എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകുന്നു. കോൺഗ്രസ് ബഹുദൂരം മുന്നോട്ട് പോവുകയാണ്. എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആക്കിക്കൊണ്ട് ഒറ്റക്കെട്ടായിട്ട് ഒരു ടീമായിട്ട് കോൺഗ്രസ്, നമ്മൾ കണ്ടല്ലോ ബത്തേരിയിൽ നടന്ന ആ ലക്ഷ്യം 2026 കോൺഗ്രസിന്റെ ഐക്യം നമ്മൾ കണ്ടറിഞ്ഞവരാണല്ലേ. കേരളം മൊത്തം കണ്ടറിഞ്ഞതാണ്. നേതാക്കന്മാർ ഒന്നടങ്കം വന്ന് പറയുകയാണ്. അന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അവിടെ നടത്തിയ ഒരു പ്രസംഗം, അത് എല്ലാവരും, മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ യുവ നേതാക്കൾ വരെ എല്ലാവരും കൈയടിച്ച് സ്വീകരിക്കണം അദ്ദേഹത്തെ. അത് പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി ചെല്ലുമ്പോൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. എല്ലാവരും ഓടി വന്ന് അദ്ദേഹത്തെ കൈ കൊടുക്കണം. ആ രീതിയിൽ ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന രീതി, മോട്ടിവേഷൻ ആകുന്ന തരത്തില് അവിടെ പങ്കെടുത്ത 200 നേതാക്കൾക്ക് മാത്രമല്ല കേരളത്തിലെമ്പാടുമുള്ള UDF-ന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർക്ക് ഒരു വലിയൊരു ഉണർവ് നൽകുന്ന രീതിയിലുള്ളൊരു പ്രസംഗമാണ് നടത്തിയത്. അപ്പോൾ ആ രീതിയിൽ കോൺഗ്രസ് ഒന്ന് ഐക്യപ്പെട്ട് യുണൈറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഇതിലൊക്കെ തന്നെ അവർ വലിയ നിരാശയിലാണ്. CPM-നെ സംബന്ധിച്ച് കോൺഗ്രസ് ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ മുന്നൊരുക്കങ്ങളും ഐക്യത്തോടും പോകുമ്പോൾ അവർക്ക് എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ ഇതിനെ നേരിടണം എന്നുള്ളൊരു തന്ത്രം അവർക്ക് ഇതുവരെയും ആയിട്ടില്ല. ആ തെരഞ്ഞെടുപ്പിന്റെ തോൽവിയിൽ ഉണ്ടായ ആഘാതം അവരെ വിട്ടുമാറുന്നില്ല. അതിലിങ്ങനെ പകച്ചു നിൽക്കുകയാണ് അവർ. മറുവശത്ത് UDF കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് പോകുന്നു. അവിടെ ലക്ഷ്യയിൽ പറഞ്ഞ 100+ സീറ്റ് എന്ന് പറയുന്ന ഒരു ലക്ഷ്യം, അതിനെ ഇപ്പോൾ പരിഹസിക്കുകയാണ്. MP ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ പരിഹസിക്കുകയാണ്. അതൊക്കെ തന്നെ നനഞ്ഞ പടക്കം, അല്ലെങ്കിൽ ബോംബ് പൊട്ടിയ പോലെ പൊട്ടിപ്പോകും എന്ന് പറയുന്നത്. AK ബാലൻ തന്നെ അത് തന്നെയാണ് പറഞ്ഞത്. 140 സീറ്റ് ഉണ്ടല്ലോ മൊത്തത്തില്, 100 സീറ്റ് അവർക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്കി 40 സീറ്റ് ഏതൊക്കെയാണ്? വിഡ്ഢിത്തമും വിവരക്കേടുകളും ഇങ്ങനെ പറയുകയാണ്. 100 സീറ്റ് എന്ന് പറയുന്നത് ജയിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിനെ പിടിച്ച് ഞങ്ങൾ 100 സീറ്റ് ജയിക്കും എന്നല്ല പറയുന്നത്. ഒരു തെരഞ്ഞെടുപ്പിന് ഇറങ്ങുമ്പോൾ 71 സീറ്റ് മതി കേരളത്തിൽ അധികാരം പിടിക്കാൻ. അതല്ല ഞങ്ങളുടെ ലക്ഷ്യം, ഒരു 100+ സീറ്റ് എന്നുള്ള ഒരു ഉജ്ജ്വല വിജയമാണെന്ന് പറയുമ്പോൾ അവിടെ തമാശ പറയുകയാണ് AK ബാലൻ. AK ബാലിനെ പോലുള്ള തമാശ. ബാക്കി 4+ സീറ്റ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അത് വലിയ പ്രശ്നമൊന്നുമില്ല, ജയിക്കാമല്ലോ, പിന്നീട് അവിടെ നിന്നുള്ള ബാക്കി സീറ്റുകൾ ഞങ്ങൾ ജയിക്കാൻ നോക്കിയാൽ മതിയില്ലെന്നൊക്കെയുള്ള എന്താ പറയുക, ഒരു വിവരം കെട്ട തമാശ പറച്ചിലുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് വരും. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ എത്രത്തോളം ഈ ഒരു UDF-ന്റെ മുന്നോട്ട് പോക്കില് അസ്വസ്ഥരാണ്, അങ്കലാപ്പിലാണ് എന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. അത് തന്നെയാണ് MP ഗോവിന്ദന്റെ പ്രസ്താവനയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിനെയൊക്കെ തന്നെ മറികടക്കാനായിട്ട് അവർക്ക് ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ വേണം. വർഗീയത പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന പോലെ സമൂഹത്തില് ഭിന്നത സൃഷ്ടിക്കണം. ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമി ഭരിക്കുമെന്ന് പറയുമ്പോൾ അവര് ലക്ഷ്യമിടുന്ന മറ്റേതാണ്. ഗുജറാത്താണ് ലക്ഷ്യമിടുന്നത് ഹിന്ദുക്കളുടെ ഒരു ഏകീകരണം ഉണ്ടാക്കുക. അവരെ ഇപ്പോൾ കൈവിട്ടിരിക്കുന്ന വിഭാഗമാണ് ഹിന്ദു വോട്ടുകളൊക്കെ. അതൊക്കെ തന്നെ തങ്ങളിലേക്ക് വരണം. ഇത്തരം ഒരു ഭീതി ഉണ്ടാക്കണം. അതേ ജമാഅത്തെ പോലുള്ള വർഗീയവാദികൾ അവിടെ ഭരിക്കാൻ പോവുകയാണ് UDF എന്ന് ചിലപ്പോൾ ഞങ്ങളുടെ അത് അനുഭവിച്ചുകൂടാന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കൾ ഒന്നിക്കണം, തങ്ങൾക്ക് വോട്ട് കിട്ടണമെന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ UDF-ലെ കോൺഗ്രസിലെ പ്രശ്നങ്ങളാണ് AK ബാലിന്റെ ആശങ്ക. ഇന്റർവ്യൂവിൽ കണ്ടറിയാലേ കോൺഗ്രസിൽ ആര് മുഖ്യമന്ത്രിയാകും, അവർ തമ്മിൽ പ്രശ്നമാണ്. അത് ആ പ്രസംഗത്തിൽ വി.ഡി. സതീശൻ പറഞ്ഞതാണ്. നമ്മൾ പ്രശ്നമുണ്ടാക്കാനായിട്ട് നമ്മൾ നേരത്തെ തന്നെ വീഡിയോ ഇറങ്ങിയല്ലോ, മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അടിയുണ്ടാകുന്നു. ആരാണ്? ഈ വി.ഡി. സതീശന്, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, K മുരളീധരന്, ഒപ്പം തന്നെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ, K സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അടിയുണ്ടാക്കുന്നതായിട്ടുള്ള ഈ വീഡിയോ ഒക്കെ തന്നെ നേരത്തെ ഇറക്കുന്നുണ്ട്. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സതീശൻ പറഞ്ഞത്. ചൂണ്ടിക്കാട്ടാൻ ഇത്രയും നേതാക്കളുണ്ട്. അതാണ് അന്ന് പറഞ്ഞ സതീശൻ അവർ പറഞ്ഞ പോലെ ഒരു ഗാലക്സി ഉണ്ട് നേതാക്കളുടെ ഒരു ആ രീതിയിൽ ഇവരെ സംബന്ധിച്ച് ആരുമില്ല ചൂണ്ടിക്കാണിക്കണം. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൽ ഇങ്ങനെ നിരവധി മുഖ്യമന്ത്രി നോക്കിക്കളുണ്ട് സാർ, അതുകൊണ്ട് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് വരുത്തി തീർത്ത് വെറുതെ ഒരു പുകമറ സൃഷ്ടിക്കുക, ആ രീതിയിൽ കാര്യങ്ങളെ വഴിതിരിച്ചു വിടുക എന്നൊക്കെയാണ് ഇവർ ലക്ഷ്യമിടുന്നത്. അതൊന്നും അന്ന് നടക്കാൻ പോകുന്നില്ല. ഇവർ വിജയിക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ഇവരുടെ പ്രതീക്ഷ നമ്മൾ കുറെ കണ്ടതാണല്ലോ. കഴിഞ്ഞ 2021 ശേഷം അവർ 2021 ജയിച്ചു, അത് സത്യമാണ്. എങ്ങനെയാണ് അത് ജയിച്ചത്? ആ കാലഘട്ടം ഒരു പ്രത്യേക ഘട്ടമായിരുന്നു. കോവിഡിൽ നിന്നുമൊക്കെ മുക്തമായി വരുന്ന ഒരു ഘട്ടമായിരുന്നു അത്. ആ രീതിയിൽ ആ സാഹചര്യത്തിലുണ്ടായ ഒരു പ്രത്യേക ഒരു ഫലമാണത്.
അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പുകൾ നോക്കൂ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് 8 പൊട്ടിയില്ലേ അവര്. അതിനുശേഷം ഇതിനിടയ്ക്ക് എത്രയോ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. അവിടെ എല്ലാം അവർക്ക് തിരിച്ചടി ഉണ്ടായി. അതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പില് ഈ എം വി ഗോവിന്ദൻ, ഈ പൊട്ടുമെന്ന് പറയുന്ന എം വി ഗോവിന്ദൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൊട്ട് മുമ്പ് കൊടുത്ത മാധ്യമങ്ങൾ കൊടുത്ത ഇന്റർവ്യൂലൊക്കെ എന്താ പറഞ്ഞത്? ഭൂരിപക്ഷം നേടുമെന്നാണ് പറയുന്നത്. ഞങ്ങൾ തൂത്തുവാരും UDF നിലംപരിശാകും, ഈ തെരഞ്ഞെടുപ്പ് നിലംപരിശാകും എന്നാണ് പറയുന്നത്. എവിടെ എന്താ കണ്ടത് നമ്മള്? LDF ഓടി ഓടി പുല്ല് വിളിച്ചിട്ടില്ല. ആ രീതിയിലുള്ള തോൽവിയാണ് അവർക്കുണ്ടായത്. അപ്പോഴേ ഇവര് ഇനിയും തങ്ങൾ ഇങ്ങനെ ജയിക്കുമെന്നുള്ള ഒരു വലിയ ഓവർ കോൺഫിഡൻസിൽ ഇങ്ങനെ പോവുകയാണ്. അവര് യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല. മനസ്സിലായില്ലേ? ഈ രാഷ്ട്രീയം മനസ്സിലാക്കുന്നില്ല. രാഷ്ട്രീയം മാറിയത്, ആ കാലാവസ്ഥ മാറിയത് അവർ മനസ്സിലാക്കുന്നില്ല. ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകളോ ഇനിയിപ്പോ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് എന്തെങ്കിലുമൊക്കെ തന്നെ മറ്റു പ്രഖ്യാപനങ്ങളോ ഒക്കെ നടത്തിയാൽ വീണ്ടും ഞങ്ങളെ ജയിപ്പിക്കുമെന്നുള്ള ഒരു മൂഢസ്വർഗത്തിലാണ് CPM ഉള്ളത്. അത് നടക്കാൻ പോകുന്നില്ല. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അതാണ് വ്യക്തമാക്കുന്നത്. അപ്പോൾ അവിടെയാണ് UDF ഈ പറയുന്ന പോലെ ശക്തമായ പോരാട്ടമായിട്ട് ഒരു മുന്നൊരുക്കമായിട്ട് പോകുന്നത്. 100 സീറ്റ് എന്ന് പറയുന്നത് ഒരു ലക്ഷ്യമാണത്. 100+ എന്ന് പറയുന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അതിൽ പരമാവധി എത്ര സീറ്റുകൾ നേടുക, ജയിക്കുന്ന എത്ര സീറ്റുകൾ നേടുക. പക്ഷെ അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 100ആണ്. അതിൽ കുറയാൻ പാടില്ല. അതങ്ങനെയാണ് ഓരോ മുന്നണികളും തെരഞ്ഞെടുപ്പിനെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാകും തെരഞ്ഞെടുപ്പിനെ നേരിടുക. അത് CPM ഇത്തവണ ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് അവരിങ്ങനെ ഇത്തരത്തിലുള്ള വർഗീയതയെ കൂട്ടുപിടിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും, കേരളം അടുത്തിടെ കണ്ടുള്ള ഏറ്റവും വലിയ അപകടകരമായ ഒരു കാര്യം. CPM തെരഞ്ഞെടുപ്പുകളെ ജയിക്കാനായിട്ട് BJP പോലും നാണിപ്പിക്കുന്ന തരത്തിൽ വർഗീയതയെ കൂട്ടുപിടിക്കുന്ന ഒരു കാഴ്ചയാണ് കേരളം കാണുന്നത്. അതിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു മറുപടി ജനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഇരട്ടിയായിട്ടുള്ള ഒരു ഫലമായിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോവുക. അത് LDF അതിനുശേഷമാകും തിരിച്ചറിയുക.